എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 25-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. 24-ാമത്തെ സർഗത്തിൽ പറഞ്ഞു നിർത്തിയ കഥ താടകയുടേതായിരുന്നു. താടകയാണ് അവരെ കാണുന്ന ആ വലിയ വനത്തിൽ താമസിക്കുന്നതെന്നും അവിടെ ആ പ്രദേശം മുഴുവനും താടക തൻ്റെ അധീനത്തിൽ വരുത്തിയിട്ട് ആൾക്കാരെ മുഴുവനും പേടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആരെയും പ്രവേശിപ്പിക്കാതെ അങ്ങനെ ജീവിക്കുകയാണ് എന്നുള്ള കഥകളൊക്കെയാണ് കേട്ടത്. എന്നിട്ട് ബാക്കി കഥകൾ പറയാണ്. താടകയെ പറ്റിയിട്ടൊക്കെയുള്ള വിശദീകരണങ്ങളാണ് വിശ്വാമിത്രൻ ശ്രീരാമനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് 1-ാമത്തെ ശ്ലോകം ആദ്യം നോക്കാം. അഥ തസ്യാപ്രമേയസ്യ മുനേർവചനമുത്തമം ശ്രുത്വാ പുരുഷശാർദൂല പ്രത്യുവാച ശുഭാം ഗിരം. അഥ തസ്യ മുനേഹ അപ്രമേയസ്യ മുനേഹ ഉത്തമം വചനം ശ്രുത്വാ. വിശ്വാമിത്രൻ ഇപ്രകാരമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ആ അളക്കാൻ കഴിയാത്തവനായ അപ്രമേയസ്യ മഹാമുനിയായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള വിശ്വാമിത്രന്റെ വചനം വാക്കുകൾ ഉത്തമമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് ശ്രുത്വാ പുരുഷശാർദൂല ശുഭാം ഗിരം പ്രത്യുവാച. ആ പുരുഷശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. ശുഭാം ഗിരം പ്രത്യുവാച. കേൾക്കുമ്പോൾ ഏറ്റവും ശുഭകരമായിട്ടുള്ള വാക്കുകൾ. അതായത് ഒരു രാക്ഷസിയെ പറ്റിയിട്ടൊക്കെയാണ് പറയണതെങ്കിലും യക്ഷിണിയെ പറ്റിയിട്ടാണ് പറയണതെങ്കിലും കേട്ടാൽ വളരെ നല്ല വാക്കുകളായിരുന്നു എന്നർത്ഥം. അങ്ങനെ ശ്രീരാമൻ ചില ചോദ്യങ്ങള് വിശ്വാമിത്രനോട് ചോദിക്കുകയാണ് യക്ഷിണിയെ പറ്റിയിട്ട്. 2-ാമത്തെ ശ്ലോകം നോക്കൂ. അല്പവീര്യായദാ യക്ഷാ ശ്രൂയതേ മുനിപുംഗവ കഥം നാഗസഹസ്രസ്യ ധാരയത്യബലാബലം. വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം കേട്ടാൽ അതിന് മറുപടി പറയാതിരിക്കാനും പറ്റില്ല. അത്രയ്ക്ക് ഉത്തമമായിട്ടുള്ള ഒരു ചോദ്യമാണ് ശ്രീരാമൻ ചോദിക്കുന്നത്. യഥാ യക്ഷാഹ അല്പവീര്യാഹ ശ്രൂയത്തെ. ഹേ മുനിപുംഗവ, അല്ലയോ മുനിശ്രേഷ്ഠനായിട്ടുള്ള വിശ്വാമിത്ര മുനെ, യക്ഷാഹ യക്ഷന്മാരൊക്കെ തന്നെ പൊതുവെ അല്പവീര്യാഹ ശ്രൂയത്തെ വളരെ ശക്തി കുറഞ്ഞവരായിട്ടാണ് കേട്ടിരിക്കുന്നത്. അതായത് യക്ഷന്മാരെന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകം ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാല് കുബേരന് കാവൽക്കാരായിട്ട് നിൽക്കുക, കുബേരന്റെ ധനം സംരക്ഷിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ മനുഷ്യരുടെ ഇടയിലേക്ക് വരണതായിട്ടുള്ള കഥകളൊന്നും കേട്ടിട്ടില്ല. ഇവിടെ ഈ ഒരു യക്ഷിണി താടകയെ പറ്റി പറയുമ്പോൾ അങ്ങ് പറഞ്ഞുല്ലോ, അതാണ് കഥം നാഗസഹസ്രസ്യ ധാരയത്യബലാബലം. ഇയം അബല, ഇവളൊരു സ്ത്രീയാണ്. താടക ഒരു പെണ്ണാണല്ലോ. ആ സ്ത്രീക്ക് എങ്ങനെയാണ് 1000 ആനകളുടെ ശക്തി വന്നത്? പ്രത്യേകിച്ച് പൊതുവെ നമ്മൾ കേട്ടിരിക്കുന്ന കഥകള് സ്ത്രീ ആയാലും വേണ്ടില്ല പുരുഷനായാലും വേണ്ടില്ല, യക്ഷന്മാരൊക്കെ വളരെ ശക്തി കുറഞ്ഞ വലിയ ബലമുള്ള ശരീരമായിട്ടൊന്നും കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അബലയാണ്, പുരുഷനുമല്ല സ്ത്രീ കൂടിയായിട്ടുള്ള ഈ താടകയ്ക്ക് 1000 ആനകളുടെ ബലം വന്നത്? കഥം നാഗസഹസ്രസ്യ ബലം ധാരയതി. 1000 ആനകളുടെ ബലം എങ്ങനെയാണ് ഈ അബലയ്ക്ക്, ഈ താടകയ്ക്ക് ഉണ്ട് എന്ന് പറയണത്? അതൊന്നറിയാൻ മോഹമുണ്ട് എന്നർത്ഥം. അത് കേട്ടപ്പോൾ ഇത്യുക്തം വചനം ശ്രുത്വാ രാഘവസ്യാമിതൗജസ ഹർഷയൻ ശ്ലക്ഷ്ണയാ വാചാ സലക്ഷണമരിന്ദമം. അടുത്ത ശ്ലോകം കൂടി പറയാം. വിശ്വാമിത്രോ ബ്രവീദ് വാക്യം ശൃണുയേന ബലോത്കട വരദാനകൃതം വീര്യം ധാരയത്യബലാബലം. ഇത്യുക്തം വചനം ശ്രുത്വാ രാഘവസ്യ അമിതൗജസ രാഘവസ്യ ഇത്യുക്തം വചനം ശ്രുത്വ. അമിത തേജസ്സോടു കൂടിയവനായ എല്ലാവരെയും ഇല്ലായ്മ ചെയ്യാൻ, ഇതുപോലെ ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തെ വളരെ ശക്തമായിട്ട് പരിപാലനം ചെയ്യാനുള്ളതായ ശക്തിയും ഓജസ്സും ഒക്കെ ഉള്ളവനായിട്ടുള്ള ശ്രീരാമൻ. അങ്ങനെയുള്ള ശ്രീരാമന്റെ ഇത്യുക്തം വചനം ശ്രുത്വ, ഇപ്പൊ പറഞ്ഞ പ്രകാരത്തിലുള്ള വാക്കുകൾ, അതായത് ചില ചോദ്യങ്ങള് കേട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി, ഹർഷയൻ സ്വയം സന്തോഷിച്ചിട്ട് ഈ ചോദ്യം ചോദിച്ച രാമനെയും ലക്ഷ്മണനെയും സന്തോഷിപ്പിച്ചുകൊണ്ട്, ശ്ലക്ഷ്ണയാ വാച
വിശ്വാമിത്ര അബ്രവീത്. വളരെ ലളിതമായ വാക്കുകളെ കൊണ്ട് വിശ്വാമിത്രൻ അതിന് മറുപടി പറഞ്ഞു. സലക്ഷ്മണം അരിന്തമം വിശ്വാമിത്ര വാക്യം അബ്രവീത്. അതായത് ലക്ഷ്മണനോട് കൂടി നിൽക്കുന്നവനായ രാമനോട് ദാ കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു. എന്തായിരുന്നു? ശൃണു യേന ബലോത്കട വരദാനകൃതം വീര്യം ധാരയത്യബലാബലം. കേട്ടോളൂ, എന്താണെന്നുണ്ടെങ്കിൽ ഈ താടകയ്ക്ക് വരദാനം കൊണ്ടാണ് ഇത്രയ്ക്കധികം ശക്തി ഉണ്ടായത്. യേന ബലോത്കട, എങ്ങനെയാണ് ഈ ഉത്കടമായിട്ടുള്ള ബലം താടകയ്ക്ക് വന്നത് എന്നാണെങ്കിൽ വരദാനകൃതം വീര്യം ധാരയത്യബലാബലം. വരദാനം കൊണ്ട് വന്ന വീര്യത്തിനെയാണ് അബലയായിട്ടുള്ള, അബല എന്നുള്ളത് കൊണ്ട് ബലമില്ലാത്തവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഒരു വൈരുദ്ധ്യം വരാൻ വേണ്ടിയിട്ടാണ്. അബലയാണെങ്കിലും 1000 ആനയുടെ ബലുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിരുദ്ധാർത്ഥം വരുമല്ലോ, അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം വരുമല്ലോ. അതുകൊണ്ടുണ്ടാവണ ഭംഗിക്ക് വേണ്ടിയിട്ട് വാൽമീകി മഹർഷി ഇങ്ങനെ പ്രയോഗിച്ചിരിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള താടകയ്ക്ക് വരം കൊണ്ടാണ്, സാധാരണക്കാരിയായിരുന്നു, ബലമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള താടകയ്ക്ക് വരദാനം കൊണ്ടാണ് ഇത്രയ്ക്കധികം ശക്തി ഉണ്ടായത്. അബലാബലം വരദാനകൃതം വീര്യം ബലം ധാരയതി. വരദാനം കൊണ്ടാണ് ബലം വന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് 5ാമത്തെ ശ്ലോകത്തില് തുടങ്ങുകയാണ്. പൂർവമാസീൻ മഹായക്ഷസു കേതുർനാമ വീര്യവാൻ അനപത്യ ശുഭാചാര സചതേപേ മഹസ്തപ. അടുത്ത ശ്ലോകം കൂടി പറയാം. പിതാമഹസ്തു സുപ്രീതസ്തസ്യ യക്ഷപതേസ്തദാ കന്യാരത്നം ദദൗ രാമ താടകാം നാമ നാമത. പൂർവം പണ്ട് ഒരു മഹായക്ഷൻ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് സുകേതു എന്ന്. സുകേതുർനാമ വീര്യവാൻ മഹായക്ഷ പൂർവം ആസീത്. കുറെ കാലങ്ങൾക്ക് മുമ്പ് യക്ഷന്മാരിൽ വെച്ച് വളരെ വീര്യവാനായിട്ടുള്ള ശക്തിമാനായിട്ടുള്ള ഒരു യക്ഷൻ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് സുകേതു എന്ന്. ആ സുകേതുവിന്റെ പ്രത്യേകത എന്താ? അനപത്യ ശുഭാചാര സചതേപേ മഹത്തപ. അയാൾക്ക് അനപത്യത ഉണ്ടായിരുന്നു. അനപത്യത എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല, മക്കൾ ഉണ്ടാവാത്തത് കൊണ്ട്. പക്ഷെ അയാൾ നല്ല പ്രവൃത്തികൾ ചെയ്തിരുന്ന ആളായിരുന്നു, ശുഭാചാരനായിരുന്നു. നല്ല ലോകോപകാരകമായിട്ടുള്ള പ്രവൃത്തികൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഒരു സജ്ജനമായിരുന്നു സുകേതു. ആ ആൾക്കൊരു കഷ്ടമുണ്ടായത് അയാൾക്ക് മക്കളില്ല എന്നുള്ളതാണ്. അങ്ങനെ മക്കളില്ലാത്തത് കൊണ്ട് ദുഃഖിതനായിട്ടുള്ള സുകേതു എന്ത് ചെയ്തു? മഹത്തപ തേപേ സച. ആ സുകേതുവാകട്ടെ കഠിനമായിട്ടുള്ള തപസ്, ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുന്നതായിട്ടുള്ള തപസ് ചെയ്തു. സച മഹത്തപ തേപേ. അങ്ങനെ മഹത്തായ തപസ് ചെയ്തപ്പോൾ പിതാമഹസ്തു സുപ്രീത, ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താനാണ് തപസ് ചെയ്തത്. അങ്ങനെ ആ തപസ്സിന്റെ വീര്യം കൊണ്ട് ബ്രഹ്മാവ് സുകേതുവിൽ തൃപ്തനായി, സന്തുഷ്ടനായി, പ്രീതനായി. എന്നിട്ടോ തസ്യ യക്ഷപതേഹേ തഥാ തസ്യ യക്ഷപതേഹേ. അപ്പോൾ ആ യക്ഷപതിയായിട്ടുള്ള സുകേതുവിനായിക്കൊണ്ട് ആരെ കൊടുത്തു? കന്യാരത്നം ദദൗ. ഒരു ഉത്തമയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ, ഒരു കന്യകയെയാണ് സുകേതുവിന് ബ്രഹ്മാവ് നൽകിയത്. താടകാം നാമ നാമത. ആ കുട്ടിക്ക് സുകേതു ഇട്ട പേരാണ് താടക എന്ന്. അതായത് സുകേതുവിന് ജനിച്ച പുത്രിയല്ല, ബ്രഹ്മാവിന്റെ വരം കൊണ്ട് കിട്ടിയ പുത്രിയാണ് താടക. ഒരു കന്യകയായിരുന്നു, നല്ല മിടുക്കിയായിട്ടുള്ള കഴിവുള്ളവളായിട്ടുള്ള ഒരു കന്യകയായിരുന്നു. അവൾക്ക് സുകേതു താടക എന്നും പേരിട്ടു. അതാണ് താടകാം നാമ നാമതഃ. നാമതഃ താടകാം നാമ കന്യാരത്നം ദദൗ. പേര് താടക എന്നായിട്ടുള്ള ഒരു കന്യകാരത്നത്തെ ബ്രഹ്മാവ് സുകേതുവിനായിക്കൊണ്ട് നൽകി എന്നർത്ഥം. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ദദൗ നാഗസഹസ്രസ്യ ബലം ചാസ്യാഃ പിതാമഹ നത്വേവ പുത്രം യക്ഷായ ദദൗ ബ്രഹ്മാ മഹായശാഃ. അതിനുശേഷം ആ പുത്രിക്ക് ബ്രഹ്മാവ് എന്തു കൊടുത്തു? നാഗസഹസ്രസ്യ ബലം ച അസ്യാഹ ദദൗ. തദനന്തരം പിതാമഹ. അതിനുശേഷം, അതായത് ഈ കുട്ടിയെ കൊടുത്തു, അതിനുശേഷം എന്തു ചെയ്തു? അസ്യാഹ, അവൾക്ക് പിതാമഹൻ നാഗസഹസ്രസ്യ ബലം ദദൗ, 1000 ആനയുടെ ബലം കൊടുക്കുകയും ചെയ്തു. നത്വേവ പുത്രം യക്ഷായ ദദൗ ബ്രഹ്മാ മഹായശാഃ.
ഇങ്ങനെ ഒരു മകളെ കൊടുത്തു, പക്ഷെ മകനെ ഒന്നും കൊടുത്തില്ല. അതാണ് നതു ഏവ പുത്രം യക്ഷായ. സുകേതു എന്നു പേരുള്ള യക്ഷന് ഒരു പുത്രനെയൊന്നും ബ്രഹ്മാവ് നൽകിയില്ല. മഹായശാഹ ബ്രഹ്മ ന ദദൗ. പുത്രനെ അല്ല കൊടുത്തത്, ഒരു പുത്രിയെയാണ് കൊടുത്തത്. ആ പുത്രിക്ക് 1000 ആനയുടെ ബലവും ഈ ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കിട്ടി എന്നർത്ഥം. ഇനി ബാക്കി കഥകൾ അടുത്ത ദിവസത്തെ ശ്ലോകത്തില് മനസ്സിലാക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. അഥ തസ്യാ പ്രമേയസ്യ മുനേർവചനമുത്തമം ശ്രുത്വാ പുരുഷശാർദൂല പ്രത്യുവാച ശുഭാം ഗിരം അല്പവീര്യാ യദാ യക്ഷാഃ ശ്രൂയതേ മുനിപുംഗവ കഥം നാഗസഹസ്രസ്യ ധാരയത്യബലാബലം ഇത്യുക്തം വചനം ശ്രുത്വാ രാഘവസ്യാമിതൗജസ ഹർഷയൻ ശ്ലക്ഷ്ണയാ വാചാ സലക്ഷണമരിന്ദമം വിശ്വാമിത്രോ ബ്രവീദ് വാക്യം ശൃണുയേന ബലോത്കട വരദാനകൃതം വീര്യം ധാരയത്യബലാബലം പൂർവമാസീൻ മഹായക്ഷസുകേതുർനാമ വീര്യവാൻ അനപത്യശുഭാചാര സചതേപേ മഹത്തവ പിതാമഹസ്തു സുപ്രീതസ്തസ്യ യക്ഷപതേസ്തദാ കന്യാരത്നം ദദൗ രാമ താടകാം നാമനാമത ദദൗ നാഗസഹസ്രസ്യ ബലം ചാസ്യാഃ പിതാമഹ നത്വേവ പുത്രം യക്ഷായ ദദൗ ബ്രഹ്മാ മഹായശാഃ. അങ്ങനെ സുകേതുവിന് താടക എന്ന പേരുള്ള അതീവ ശക്തിശാലിനിയായിട്ടുള്ള ഒരു മകളെ കിട്ടി എന്നാണ് ഇവിടെ പറയണത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.